ഇത്രയധികം ഉദാഹരണങ്ങളുള്ള ഒരാൾക്ക് ഒരു തെറ്റല്ലേ എന്ന പ്രിവിലേജ് ആവശ്യപ്പെടാനുള്ള ധാർമ്മിക അടിത്തറ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. സത്യത്തിൽ ഞാൻ ഒരല്പം മുമ്പ് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഇപ്പൊ ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂമറസ് ഇൻസ്റ്റൻസസിൽ അദ്ദേഹം പലതരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ തരത്തിൽ ഡബിൾ മീനിങ് വരുന്ന, അതായത് ഈ ഡബിൾ മീനിങ്ങിനെ ആഘോഷമാക്കുക, അതുവഴി കൂടുതൽ കൂടുതൽ അറ്റൻഷൻ ജനങ്ങൾക്കിടയിൽ കിട്ടുക. അതായത് ഇപ്പം മധു നമ്മൾ പറയാറില്ലേ, പോസിറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയാണ്, നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയാണ്. ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയിലായിരിക്കും കൂടുതൽ ആൾക്കാർ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും സംസാരിക്കുക. അപ്പോൾ ചില ആൾക്കാർക്ക് അതായാലും മതി, അതിനെയും ആഘോഷമാക്കാം എന്നുള്ള മാനസികാവസ്ഥയുള്ള ചില ആൾക്കാരുണ്ട്. ബോച്ചെ എന്ന് പറയുന്ന ആൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ഒരാളാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ പല സിനിമകളിലും നമുക്കറിയാം, അത് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഡബിൾ മീനിങ്ങുകൾ വരുന്ന ഡയലോഗുകൾ, ആ ഡയലോഗുകളെ പിന്നീട് കൊച്ചു കുട്ടികൾ വരെ ഏറ്റു പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിൻ്റെ ശരി തെറ്റുകൾ, അതിൻ്റെ ഒരു മൊറാലിറ്റിയുടെ വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സഭ്യതയുടെ വശങ്ങളൊന്നും പലപ്പോഴും മനസ്സിലാക്കാതെ തന്നെ കുട്ടികൾ പോലും ഇത് ഏറ്റു പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കച്ചവട സിനിമ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു കച്ചവടത്തിൻ്റെ ഒരു വെർഷനാണ് ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് പൈസയുണ്ട്, ആ പൈസ വെച്ച് എല്ലാം കയ്യിലേക്ക് ഒതുക്കാം എന്ന് അദ്ദേഹം എവിടെയോ ധരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പൊതുമധ്യത്തിലൊക്കെ സംസാരിക്കുമ്പോൾ അതിനൊരു മാന്യത പാലിക്കേണ്ടേ എന്ന തരത്തിലുള്ള അർത്ഥം വരുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഏത് അതിർവരമ്പാണ് നമ്മളുടെ സംസാരത്തിൽ കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവണം. അതാണല്ലോ ഒരു സിവിലൈസേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് നമ്മളെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ കുറേ സമ്പത്തുള്ളത് കൊണ്ടോ പ്രശസ്തി ഉള്ളതുകൊണ്ടോ ഒന്നും ഒരാൾ സംസ്കാരമുള്ള ഒരാളാകണമെന്നില്ല. ആ സംസ്കാര ശൂന്യതയുടെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ 2025 സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബോച്ചയാണ്. ഇവിടെ രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കമൻറ്റിന് അദ്ദേഹത്തെ പിടിച്ച് അകത്തിടണം. അപ്പോൾ ഞാൻ 1-2 ഓൺലൈൻ മാധ്യമങ്ങളിൽ കയറി നോക്കിയപ്പോൾ ബോച്ചയ്ക്ക് ഐക്യദാർഢ്യവുമായിട്ട് ചില ആൾക്കാർ വരുന്നുണ്ട്. അവർ പറയുന്ന കമൻറ്റ് എന്താണെന്ന് അറിയാമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പലരെക്കുറിച്ചും പലതും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ പീഡനം തന്നെ നടത്തിയവരുണ്ട്, അവരൊക്കെ ഇതേ ഇപ്പോഴും പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കമന്റ് പറഞ്ഞ ബോച്ചെ ഇപ്പോൾ ജയിലിനകത്ത് കിടക്കുകയാണ് എന്ന് പറയുന്ന ആ സ്ത്രീ പീഡനം നടത്തിയവരും തീർച്ചയായിട്ടും ബുക്ക് ചെയ്യപ്പെടണം. കൃത്യമായ രീതിയിൽ അവര് ട്രയലിന് വിധേയരാകണം. ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ കോടതികൾ ശിക്ഷിക്കുക തന്നെ. സ്വന്തം ഫോട്ടോയ്ക്ക് താഴെയോ അല്ലെങ്കിൽ ആളുകൾ ദുരുദ്ദേശത്തോടെ ഇടുന്ന ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ താഴെയോ കൊണ്ടുവന്ന് അവനവന്റെ മുഴുവൻ ഫ്രസ്ട്രേഷനെയും തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള കമന്റ് കൊണ്ടുപോയി ഇടാം, അവിടെ കൊണ്ടുപോയി ഛർദ്ദിച്ചു വെക്കാം എന്ന് വിചാരിക്കുന്ന കുറെ മനുഷ്യർക്ക് കിട്ടിയ താക്കീതാണ്.